ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അള്ളാഹുവിന്റെ സൃഷ്ടികളിൽ ഏറെ വ്യത്യസ്തനാണ് മനുഷ്യൻ. മനുഷ്യനെപ്പോലെ മനുഷ്യനേ ഉള്ളൂ. മനുഷ്യനല്ലാത്ത മറ്റൊന്നിനെയും താരതമ്യം ചെയ്യാൻ പോലും പാടില്ല. അത്ര കണ്ട് ബാഹ്യവും ആന്തരികവുമായ അനുഗ്രഹങ്ങൾ അള്ളാഹു നൽകിയിട്ടുള്ള ഒരു സൃഷ്ടിപ്പാണ് മനുഷ്യരിൽ കാണപ്പെടുന്നത്. വിശേഷബുദ്ധിയും അതുപോലെ തന്നെയുള്ള വിവേക കഴിവും എല്ലാം ആന്തരികമായി ഉണ്ട് എങ്കിൽ തന്നെയും ബാഹ്യ രീതിയിൽ അള്ളാഹു മനുഷ്യനെ പ്രത്യേകമാക്കുന്നത് ലഖദ് ഖലഖനൽ ഇൻസാന ഫീ അഹ്സനി തഖ്വീം എന്ന് പറഞ്ഞുകൊണ്ടാണ്. മറ്റിതര ജീവികളെ സംബന്ധിച്ച് അവരുടെ ശാരീരിക ഘടന മനുഷ്യനിൽ താരതമ്യം ചെയ്യുമ്പോൾ മനുഷ്യൻ ഏറെ വ്യത്യസ്തനും വളരെ ചൊവ്വായ രീതിയിൽ മനോഹരമായ ആകാര ഭംഗിയിലാണ് അള്ളാഹു മനുഷ്യനെ പടച്ചത് എന്നും ഖുർആൻ പറയുകയാണ്. നമുക്കൊന്ന് മനസ്സിലാക്കാവുന്ന കാര്യമുള്ളൂ. നമ്മുടെ വീട്ടിൽ വളർത്തുന്ന ഒരു നാൽക്കാലി മൃഗം, അതിനൊന്ന് കിടക്കണമെങ്കിൽ ഇന്നലെ കിടന്ന പോലെ തന്നെ ഏതെങ്കിലും ഒരു സൈഡിലേക്ക് ചെരിഞ്ഞു കിടക്കാനേ പറ്റും. എന്നല്ലാതെ കിടന്നോടത്ത് കിടന്ന് ഉരുണ്ട് മറിഞ്ഞ് തലകുത്തി മറിഞ്ഞ് അങ്ങനൊന്നും അതിന് സാധാരണ രീതിയിൽ സാധിക്കുന്നില്ല, അങ്ങനെ ചെയ്യാറില്ല. മനുഷ്യനെ സംബന്ധിച്ച് എങ്ങനെ വേണമെങ്കിലും കിടക്കാം. മനുഷ്യനെ സംബന്ധിച്ച് ഏതെല്ലാം രീതിയിൽ വേണമെങ്കിലും അവന്റെ ശരീരത്തെ അവന് ഉപയോഗപ്പെടുത്താം. ആ രീതിയിലുള്ള ശാരീരിക ഘടന, രണ്ട് കൈകൾ, മനോഹരമായ മുഖം, അവന്റെ മുഖത്തിന്റെ കാന്തി, ചിരി, എല്ലാം മനുഷ്യനിൽ മാത്രമുള്ള ചിരിയും നോട്ടവും അവന്റെ ആംഗ്യ ഭാഷയും എല്ലാം വ്യത്യസ്തമായ ആശയങ്ങളെ പ്രകടിപ്പിക്കുന്നു. മനുഷ്യനിൽ അള്ളാഹു നൽകിയിരിക്കുന്ന വലിയ പ്രത്യേകത. മനുഷ്യൻ എന്ന പദത്തിന്റെ നിർവചനം തന്നെ മനുഷ്യന്റെ ഏറ്റവും വലിയ പ്രത്യേകത പറഞ്ഞുകൊണ്ടാണ്. ഹയവാനുൻ നാത്തിഖുൻ എന്നതാണ് മനുഷ്യന്റെ നിർവചനം. സംസാരിക്കുന്ന ജീവി എന്നാണ്. സംസാരിക്കാൻ കഴിവുള്ള ജീവി എന്നത് അടിസ്ഥാനപരമായി മനുഷ്യൻ മാത്രമാണ്. മറ്റൊരു ജീവികളെയും അപ്പൊ ചോദിക്കും, തത്തയും മറ്റു പക്ഷികളും ഒക്കെ സംസാരിക്കുന്നുണ്ടല്ലോ. അടിസ്ഥാനപരമായ ജീവിയുടെ സൃഷ്ടിപ്പ് സംസാരിക്കുന്ന രീതിയിൽ അല്ല, അത് പരിശീലനങ്ങളിൽ കൂടി വരുന്നു. അത് താൽക്കാലികമാണ്. അതുമല്ല സംസാരശക്തിയുടെ പൂർണ്ണതയും അതിന് ലഭിക്കുന്നു. അപ്പോൾ മനുഷ്യനെ വ്യത്യസ്തമാക്കുന്ന അവന്റെ ഏറ്റവും വലിയ പ്രത്യേകത തന്നെയാണ് മനുഷ്യൻ ആരാ എന്ന ചോദ്യത്തിന്റെ നിർവചനത്തിൽ പോലും കടന്നു വന്നിട്ടുള്ളത്. സംസാരിക്കുന്ന ജീവി. അപ്പൊ മനുഷ്യനല്ലാത്ത രീതിയിലേക്ക് സംസാരം അവനെ കൊണ്ടുപോവാണ്. അവൻ സംസ്കാരം നിലനിർത്തുമ്പോഴാണ് അവനിൽ മനുഷ്യത്വം നിലനിൽക്കുക. അല്ലെങ്കിൽ അവൻ മൃഗത്തിന് തുല്യമാണ്. എന്നാൽ മനുഷ്യന്റെ സംസ്കാരം നഷ്ടപ്പെടുന്നത് അവന്റെ സംസാരത്തിലൂടെയാണ്, വർത്തമാനത്തിലൂടെയാണ്. പരിശുദ്ധ ഇസ്ലാം അതിന് കൃത്യമായ ഇടപെടലുകളിലൂടെ സംസ്കരണ ബോധം കൊടുത്ത് മനുഷ്യനെ മനുഷ്യനാക്കാണ്. അതിന്റെ എല്ലാ വശങ്ങളും മനഃശാസ്ത്രപരമായി ഇസ്ലാം സമീപിക്കുന്നുണ്ട്. ഏതായാലും ഞാൻ അതിലേക്ക് സുദീർഘമായ ആമുഖങ്ങൾ കൊണ്ടുവരുന്നില്ല. അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുന്ന ഒരു ഹദീസ് നമ്മെ അത്ഭുതപ്പെടുത്താൻ ഇമാം ബുഖാരിയുടെ സ്വഹീഹിൽ കാണാം. നമ്മളൊക്കെ വർത്താനം പറയാറുണ്ട്, പക്ഷെ ഒന്നും ആലോചിച്ചിട്ടല്ല പറയാം. ഓരോ വർത്തമാനങ്ങളുടെയും വില നമുക്ക് അറിയില്ല. നമ്മൾ പറയുന്ന വർത്തമാനത്തിന് അള്ളാഹു ഒരു വിലയിടുന്നുണ്ട്. അത് നാളെ നമുക്ക് ബോധ്യപ്പെടും പടച്ചറപ്പിന്റെ കോടതിയിലെത്തുമ്പോൾ. എന്നാൽ ആ വർത്തമാനങ്ങളെ കുറിച്ച് നമുക്ക് നേരത്തെ തന്നെ ഒരു അവലോകനം നടത്താനും നിരൂപണം നടത്താനും കഴിഞ്ഞാൽ നമ്മൾ രക്ഷപ്പെട്ടു. നമ്മുടെ വായിൽ നിന്നും വരുന്ന വർത്തമാനങ്ങളെ കുറിച്ച് ഹദീസ് കേട്ടോ, സയ്യിദന അബൂ ഹുറൈറ തങ്ങളിൽ നിന്നും നിവേദനം ചെയ്യുന്നു. അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുന്നു, ഇന്നൽ അബ്ദ ലയതകല്ലമു ബിൽ കലിമതി മിൻ റിദ്വാനില്ലാഹി ലാ യുൽഖി ലഹാ ബാല യർഫഉല്ലാഹു ബിഹാ ദറജാത് വഇന്നൽ അബ്ദ ലയതകല്ലമു ബിൽ കലിമതി മിൻ സഖത്തില്ലാഹി ലാ യുൽഖി ലഹാ ബാല യക്ഫി ബിഹാ ഫീ ജഹന്നം. രണ്ട് വിഭാഗത്തെയാണ് ഇവിടെ റസൂലുള്ളാഹി പരിചയപ്പെടുത്തിയത് സല്ലല്ലാഹു അലൈഹി വസല്ലം. അള്ളാഹുവിന്റെ ഒരടിമ റബ്ബിന്റെ പൊരുത്തത്തിലുള്ള വാചകങ്ങൾ ചേർത്ത് വെച്ചുകൊണ്ട് സംസാരിക്കുന്നു. അള്ളാഹു അങ്ങനത്തെ ഒരു ഭാഗ്യം നമുക്ക് തരട്ടെ.
അള്ളാഹുവിന്റെ ഒരു അടിമ റബ്ബിന്റെ പൊരുത്തത്തിലേക്ക് ചേർക്കാൻ പറ്റിയ വാചകങ്ങളാണ് ഉരവിടുന്നത്. ലാ യുൽഖീ ലഹാ ബാല, അതവൻ ഗൗരവത്തോടുകൂടെ പറയുന്നതല്ല. അവന്റെ വായിൽ അങ്ങനത്തെ ഒരു ശീല ഉള്ളത്. അവൻ അങ്ങനെ പരിശീലിപ്പിച്ച നാവാണ് കൊണ്ടു നടക്കുന്നത്. അവൻ അങ്ങനെ പരിശീലിക്കുന്ന പ്രകൃതത്താലാണ് ജീവിക്കുന്നത്. അവന്റെ സ്വഭാവത്തെ അവൻ അങ്ങനെ സംസ്കരിച്ചെടുത്തിട്ടുണ്ട്. എങ്ങനെ? അള്ളാഹുവിന്റെ പൊരുത്തമില്ലാത്ത ഒന്നും പറയൂല എന്ന പരിശീലനത്തിൽ വിജയിച്ചവന്റെ വർത്തമാനത്തിൽ അവൻ പറയുന്നതിനവൻ ഗൗരവം കൊടുക്കുന്നില്ല. അവൻ പറയുന്നതൊക്കെ ഇങ്ങനെ നിത്യ തൊഴിൽ അഭ്യാസം എന്ന് പറയുന്ന പോലെ അവന്റെ വർത്തമാനങ്ങളിൽ ഒന്നും പാപകരമായത് കടന്നു വരുന്നില്ല, ഒക്കെ പുണ്യ കടന്നു വരുന്നത്. അവൻ അതിനത്ര വലിയ ഗൗരവവും കൊടുക്കുന്നില്ല. നിഷ്പ്രയാസം അവന് സാധിക്കുന്നു. ആദ്യമൊക്കെ നമുക്കൊരു പ്രയാസം ഉണ്ടാവും. പടച്ചറബിന് പൊരുത്തമില്ലാത്തതാണോ പൊരുത്തമുള്ളതാണോ പറയുന്നത് എന്നൊന്ന് ചിന്തിച്ച് ആലോചിച്ച് വർത്തമാനം പറയാൻ ആദ്യമൊക്കെ ഒരു പ്രയാസം ഉണ്ടാവും. പിന്നെ അത് ശീലായി കഴിഞ്ഞാൽ കുഴപ്പമില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, അവനങ്ങനെ പരിശീലിച്ചു. പാപം പറയാത്ത നാവ് കൊണ്ട് പുണ്യം മാത്രം പറഞ്ഞവന് റബ്ബിന്റെ പൊരുത്തത്തിലുള്ള വാക്കുകളും വാചകങ്ങളും പറഞ്ഞു ശീലിച്ചു. ഇപ്പോൾ അവൻ പറയുന്ന കാര്യങ്ങളെ കുറിച്ച് അവൻ ആലോചിക്കേണ്ടതില്ല. അവന്റെ വായിൽ നല്ലത് മാത്രം വരുന്ന ശീലമായി കഴിഞ്ഞപ്പോൾ യർഫഉല്ലാഹു ബിഹാ ദറജാത്ത്, ആ ഒരു സ്വഭാവ മഹിമ കൊണ്ട് അല്ലാഹു അവന് വലിയ വലിയ പദവികൾ ഇങ്ങനെ എല്ലാ ദിവസവും നൽകിക്കൊണ്ടിരിക്കുന്നു. ഇത് നമുക്ക് മനസ്സിലാവൂല. എന്താ കാര്യം എന്നറിയോ? നമ്മളങ്ങനെ പാപപങ്കിലമായ വാക്കുകളാണോ പറയുന്നത് എന്നതിനെ കുറിച്ചൊരു വിചാരം തന്നെ ഇല്ലാതെ വർത്താനം പറയുന്നവരാ. ഈ ഹദീസിന്റെ ബാക്കി കേട്ടോ. എന്നാൽ മറ്റൊരു അടിമയുണ്ട് റബ്ബിന്, അവന്റെ വായിൽ നിന്നും പുറത്തേക്ക് വരുന്ന വർത്തമാനം മുഴുവനും അള്ളാഹുവിന്റെ കോപത്തിന് കാരണമായ വർത്തമാനങ്ങളായിരിക്കും. അവൻ ഈ പറയുന്ന വാക്കുകളുടെ ഗൗരവം ആലോചിക്കാതെ പറഞ്ഞ് തെറ്റാണോ ശരിയാണോ എന്നൊന്നും ആലോചിക്കില്ല. അങ്ങനെ പറഞ്ഞ് ഞാൻ ഈ പറയുന്ന വാക്ക് പാപമാകുമോ എന്ന് ചിന്തിക്കാത്ത, ഞാൻ ഈ പറയുന്ന വാക്ക് അല്ലാഹുവിന് ഇഷ്ടമില്ലാത്തതാണോ ഇഷ്ടമുള്ളതാണോ എന്ന് ചിന്തിക്കാതെ പറഞ്ഞ് ശീലിച്ചു പോയി. ഇപ്പോൾ അവൻ പറയുന്നത് മുഴുവൻ അല്ലാഹുവിന് പൊരുത്തമില്ലാത്തതാണ്. കാരണം ഇബ്ലീസ് സഹായിക്കൂലോ, ഇബ്ലീസ് സഹായിക്കും പടച്ചവന് പൊരുത്തമില്ലാത്തത് പറയാൻ. അങ്ങനത്തെ ഒരു പരിശീലനത്തിലൂടെയും വർത്തമാനത്തെ ഗൗരവമാക്കാതെ ഇങ്ങനെ സംസാരിച്ചു കൊണ്ടിരിക്കുന്നു. സംസാരിക്കപ്പെടുന്നത് മുഴുവനും തിന്മയിലേക്ക് ചേർക്കപ്പെടുന്ന ഒരു മനുഷ്യനുമുണ്ട്. അള്ളാഹുവിന്റെ ഹബീബ് പറയാ, യഹ്വി ബിഹാ, അവന്റെ ആ സംസാരം അവനെ കൊണ്ടുപോയി ചേർക്കുന്നത് എവിടെയാണെന്നറിയുമോ? അവന്റെ അഭയം ഫീ ജഹന്നം, നരകമായിരിക്കും. രണ്ടാമത്തെ ആൾക്ക് അള്ളാഹു കാത്ത് രക്ഷിക്കുമാറാവട്ടെ. അതുകൊണ്ട് നമുക്കൊന്ന് രക്ഷപ്പെടണ്ടേ നാളത്തേക്ക്? അതാണല്ലോ മെയിൻ ആവശ്യം. സഹോദരങ്ങളെ, സഹോദരിമാരെ, മരണത്തിന്റെ വാർത്തകളെ കുറിച്ചൊന്ന് ഓർക്കൂ. ഈ കോവിഡ് വന്ന ശേഷം നമുക്ക് പ്രിയപ്പെട്ട എത്രയോ ആളുകൾ ഈ രോഗം മുഖേനയും അല്ലാതെയും ഒരു മയ്യത്ത് സംഗമങ്ങൾ പോലും നമുക്ക് സാധ്യമാവാത്ത വിധം നമ്മെ തനിച്ചാക്കിയിട്ട് പോയ പലരുടെയും കഥയൊന്നോർക്കൂ. എപ്പോഴാ നമുക്കൊന്ന് പറയാൻ പറ്റൂല. നാളത്തേക്ക് എന്തെങ്കിലും കൊണ്ടുപോവണ്ടേ? നാളത്തേക്ക് എന്തെങ്കിലും ഒന്ന് കൊണ്ടുപോവണ്ടേ? ഈ ദുനിയാവിന്റെ ഒരു സന്തോഷം നമുക്ക് നേടണ്ടേ? ഈ ദുനിയാവിന്റെ ബറക്കത്ത് നമുക്ക് കിട്ടണ്ടേ? ഇരുലോക വിജയത്തിന് കാരണമാകുന്ന 3 കാര്യങ്ങൾ സ്വഹാബിക്ക് പഠിപ്പിച്ചു കൊടുക്കുകയാണ് മുഹമ്മദ് റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇമാം തുർമുദിയുടെ ജാമിഉലുണ്ട് ഹദീസ്. ഇരുലോക വിജയത്തിന് കാരണമാകുന്ന 3 കാര്യങ്ങൾ ഇതാണ് മോനെ എന്ന് ഹബീബായ നബി തങ്ങൾ പഠിപ്പിക്കുന്നു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മഹാനായ ഉഖബത്ത് ബിൻ ആമിർ റളിയല്ലാഹു അൻഹു എന്ന മഹാനായ സ്വഹാബി ഒരിക്കൽ അല്ലാഹുവിനോട് ചോദിച്ചു, യാ റസൂലല്ലാഹ്, മൻ നജാഹ്, നബിയെ വിജയം എന്ന് പറഞ്ഞാൽ എന്താ? ഇരുലോക വിജയത്തിലേക്ക് നിദാനമാകുന്ന 3 കാര്യങ്ങളാ റസൂലുള്ള മറുപടിയായി പറഞ്ഞത്. ഒന്നാമത് പറഞ്ഞു, വിജയത്തിന്റെ ഉത്തരം കേട്ടോ. ഒന്നാമത്തേത് അംസിക അലൈക ലിസാനക, നിന്റെ നാവിനെ നിയന്ത്രിച്ച് വർത്തമാനം പറയാൻ നിനക്ക് കഴിയുന്നുവെങ്കിൽ മോനെ, അതാണ് ഒന്നാമത്തെ കാര്യം. 3 കാര്യം ഉണ്ടെങ്കിൽ വിജയമുണ്ട് 2 ലോകത്തും. 3 കാര്യമുണ്ടെങ്കിൽ 2 ലോകത്തും വിജയം ഉറപ്പാണ്.
ഒന്നാമത്തേത്, നിന്റെ നാവിനെ നിയന്ത്രിച്ച് വർത്തമാനം പറയാൻ നിനക്ക് കഴിയുമോ? അൽഹംദുലില്ലാ, എന്നാ നിനക്ക് വിജയമുണ്ട്. രണ്ടാമതൊന്നുണ്ട്, നിന്റെ കുടുംബത്തോട് നീ മാന്യമായി സഹവർത്തിത്വം പുലർത്തുമോ? കുടുംബത്തെ സ്നേഹിച്ച്, കുടുംബത്തെ സന്തോഷിച്ച്, കുടുംബത്തോടുള്ളതായ കാര്യങ്ങളിൽ വിട്ടുവീഴ്ചയും സ്നേഹവും വാത്സല്യവും നിറച്ച് ഭാര്യാഭർത്തൃ ബന്ധത്തിന്റെ സുഗമമായ ഒഴുക്കില് നീ ഇങ്ങനെ സന്തോഷിച്ചു പോകുന്ന രീതിയിൽ ദീന് നിലനിർത്തിക്കൊണ്ടുള്ളൊരു കുടുംബ പശ്ചാത്തലം നിന്റെ വീട്ടിൽ നിനക്ക് ഒരുക്കാൻ കഴിയുമോ? വിജയമുണ്ട്. മൂന്നാമത് പറഞ്ഞു, മോനെ വബ്കി അലാ ഖതിഅതിക, നിന്റെ പാപങ്ങൾ ഏതൊക്കെയാണെന്ന് നിനക്കൊരു ധാരണ വേണം. എന്നിട്ട് ആ പാപങ്ങളെ കുറിച്ച് ഓർത്ത് കരയാൻ നിനക്ക് കഴിയുന്ന ഒരു മനസ്സുണ്ടെങ്കിൽ, ഇന്നലെ നമ്മൾ പറഞ്ഞു കടുപ്പം പോയ ഒരു മനസ്സ് നമുക്ക് കല്ല് പോലത്തെ മനസ്സാണെങ്കിൽ അത് പറ്റൂല. അലിഞ്ഞു പോകുന്ന അള്ളാഹുവിനെ കുറിച്ച് ഓർക്കുമ്പോൾ, നമ്മുടെ തെറ്റുകളെ കുറിച്ച് ഓർക്കുമ്പോൾ നമ്മൾ കരഞ്ഞു പോകുന്ന കണ്ണിനെ സമ്മാനിക്കുന്ന മനസ്സ് നമുക്കുണ്ടോ? നിന്റെ പാപത്തെ കുറിച്ച് ഓർത്ത് കരയാൻ നിനക്ക് കഴിയുമെങ്കിൽ പൊന്നെ, നിന്റെ വിജയം നിനക്ക് സുനിശ്ചിതമാണ്. ഈ മൂന്ന് കാര്യങ്ങളിൽ, ഇരുലോക വിജയത്തിന് കാരണമാകുന്ന മൂന്ന് കാര്യങ്ങൾ പഠിപ്പിച്ചു മുഹമ്മദുർ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആദ്യത്തേത് മറക്കണ്ട, നാവിനെ നിയന്ത്രിക്കാൻ കഴിയണം, പരിശീലിപ്പിക്കണം, മക്കളെ പഠിപ്പിക്കണം. ഗീബത്ത് ഗീബത്താണെന്ന് തിരിച്ചറിയണം. ഗീബത്തിനെ കുറിച്ച് വിശാലമായ ഒരു ക്ലാസ് തന്നെ നമുക്ക് വേറെ എടുക്കാനുണ്ട്. ഞാൻ ഇതെല്ലാം വിശദീകരിച്ചു പോവല്ല, എന്നാലും നമ്മുടെ നിത്യജീവിതവുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ ഓർമ്മപ്പെടുത്തണമല്ലോ. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. ഏതായാലും ഹബീബായ നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബിക്ക് കൊടുത്ത മറുപടി അതാണ്. നമ്മുടെ ജീവിതത്തിൽ പരിശീലിക്കണം, നമ്മുടെ ശരീരത്തെ പരിശീലിപ്പിച്ചെടുക്കണം. നമ്മൾ നല്ലത് ചെയ്യാൻ ഒരിക്കലും നമ്മുടെ ശരീരം പറയൂല. നമ്മുടെ ശരീരം മോശമായത് ചെയ്യാനാ കൽപ്പിക്കുള്ളൂ. നമ്മുടെ മക്കളെ പരിശീലിപ്പിക്കണം. അതെങ്ങനെയാ? ഇപ്പൊ തന്നെ നുണ പറയാൻ പഠിപ്പിക്കുന്ന ഒരു രീതിയാണ്. മദ്രസയിലെങ്ങാനും 2 ദിവസം വന്നില്ലെങ്കിൽ കുട്ടിയെ ഉസ്താദ് ചോദ്യം ചെയ്താൽ കുട്ടി അന്ന് പറയേണ്ട ഉത്തരം ഉമ്മ പഠിപ്പിച്ചു കൊടുത്തിട്ടാ വിടുന്നത്. എല്ലായിടത്തും അങ്ങനെയാണെന്നല്ല, അങ്ങനെയും കാണുന്നുണ്ട്. ഒരു നുണയൊക്കെ പറഞ്ഞങ്ങനെ പഠിപ്പിക്കുക. കള്ളം പറയല്ല എന്നും ചൊന്നാരേ, കള്ളന്റെ കയ്യില് പൊന്നു കൊടുത്തോവർ. റബീഉൽ ആഖിർ മാസം, ശൈഖ് ജീലാനിയെ ഓർക്കുന്ന മാസം. തങ്ങളവരുടെ ഉമ്മ ഉപദേശിച്ചു, കൊച്ചുപ്രായത്തിൽ മോനെ, തല പോകേണ്ട കേസാണെങ്കിൽ പോലും നീ കളവ് പറയല്ലേ. എത്ര ആളുകളാ കെലിമ ചൊല്ലിയത്? ആ ഒരൊറ്റ പ്രവർത്തനം കൊണ്ട്, ഒരു കുട്ടിയെ കൊണ്ട് കെലിമ ചൊല്ലിയത്. കളവ് പറയല്ലേ എന്ന് ഉമ്മ ഉപദേശിച്ചു. കയ്യിൽ എന്താന്ന് ചോദിച്ചു. വഴിയിൽ കൊള്ള നടത്തുന്ന ആളുകൾ. ഉള്ള പണം എത്ര ഉണ്ടടാ കയ്യില്? 30 പൊന്നുണ്ടെന്റെ കയ്യില്. അങ്ങ് തന്നേര്. സങ്കോചമില്ലാതെ അങ്ങ് കൊടുക്കുമ്പോൾ ആ കള്ളന് തോന്നി ഒന്ന് ചോദിക്കണമെന്ന്. എന്താ മോനെ, നീ ചിരിച്ചിട്ട് സന്തോഷത്തോടെ കൂടെയാണല്ലോ ഈ പൊന്നു തരുന്നത്. നീ നിനക്കൊന്ന് പറഞ്ഞുകൂടായിരുന്നു ഒന്നുമില്ലാന്ന്? കാരണം നിന്റെ ഈ നിഷ്കളങ്കതയിൽ നീ ഒരു സമ്പത്ത് കയ്യിൽ വെച്ചിരിക്കുന്ന ഒരാളെ പോലെ ഞങ്ങൾക്ക് തോന്നിയിട്ടില്ല. അപ്പൊ നിനക്കങ്ങ് പറയായിരുന്നല്ലോ ഞങ്ങളോട് എന്റെ കയ്യിലൊന്നുമില്ലെന്ന്. ഞാൻ പറയൂല അങ്ങനെ. എന്റെ ഉമ്മ എന്നെ പഠിപ്പിച്ചത് കളവ് പറയല്ലേ എന്നാണ്. അതുകൊണ്ട് ഞാൻ അങ്ങനെ പറയൂല എന്ന് പറഞ്ഞ അത്ഭുതത്തിന്റെ വാക്കുകൾ കുഞ്ഞിളം പ്രായക്കാരന്റെ കിളിനാദത്തിൽ കേട്ടപ്പോൾ അവരുടെ മനസ്സുകൾക്ക് അത്ഭുതം തോന്നി. അങ്ങനെയാ മഹാന്മാർ. അതുകൊണ്ട് കളവ് പറയുന്ന രീതികളുണ്ട്, അതെല്ലാം നമ്മൾ ഒഴിവാക്കണം. ചിലരുണ്ട് തമാശയോട് വലിയ താല്പര്യം മനുഷ്യർക്ക്. എപ്പോഴും അങ്ങനെയാണല്ലോ. അല്ലെങ്കിൽ നമ്മുടെ ഇപ്പോഴത്തെ ചാനലിന്റെ അവസ്ഥയൊക്കെ എനിക്ക് തോന്നുന്നു കോമഡികളാ കൂടുതലെന്നാണ്. അതുമായി ബന്ധമുള്ളവർക്ക് കൂടുതൽ അന്വേഷിച്ചാൽ ആലോചിച്ചാൽ മനസ്സിലാവും. കോമഡികൾക്ക് വലിയ പ്രാധാന്യം, മനുഷ്യനെ ചിരിപ്പിക്കാം. അത് വല്ലാത്ത ഒരു ട്രെൻഡായി ഏറ്റെടുത്തിരിക്കുക. ട്രോളുകൾ ഇറങ്ങുന്നത് തന്നെ ചിരിപ്പിക്കാനാണ്. ട്രോളുകളെ കുറിച്ചുള്ള ഇസ്ലാമിക മാനമൊക്കെ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞിരുന്നു. അപ്പൊ എല്ലാം ചിരിപ്പിക്കുക എന്നൊരു രീതിയിലേക്കാ. ചിരിക്കാൻ വേണ്ടി മറ്റൊരാൾ ചിരിക്കുന്നത് കാണാനും കേൾക്കാനും വേണ്ടി നമ്മളൊന്ന് തമാശിക്കാറുണ്ട്. വലിയ അപകടം. തമാശയ്ക്ക് വേണ്ടിയിട്ട് കളവ് പറയുന്നവന് അള്ളാഹുവിന്റെ നാശമുണ്ടാവട്ടെ എന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. തമാശ പറയാൻ വേണ്ടിട്ട്
ഇങ്ങനെ കളവ് പറയും, ഒരു ലജ്ജയുമില്ലാതെ. അല്ലാഹുവേ കാക്കണേ തമ്പുരാനെ. അപ്പോൾ അങ്ങനെ വലിയ തമാശക്കാരനാവാതിരിക്കുക, അതന്നെ ഏറ്റവും നല്ലത്. കളവ് പറയാ എന്നതിനെ കുറിച്ച് ഖുർആൻ എന്താ പറഞ്ഞത്? നമ്മുടെ കൂട്ടുകെട്ട് തന്നെ കളവ് പറയുന്നതിലേക്ക് നമ്മെ സ്വാധീനിക്കുന്നുണ്ട്. യാ അയ്യുഹല്ലദീന ആമനുത്തഖുല്ലാഹ് വകൂനൂ മഅസ്സാദിഖീൻ. ജീവിതത്തിൽ സത്യസന്ധത നിലനിർത്തി പോകുന്നവരുടെ കൂടെയാണ് നിങ്ങൾ ഉണ്ടാവേണ്ടതെന്ന് ഖുർആൻ. അല്ലാഹു നമുക്ക് തൗഫീഖ് ചെയ്യുമാറാവട്ടെ. സത്യത്തിന് വില കൽപ്പിക്കുന്നവർ, സത്യം പറയുന്നവർ, സത്യം പാലിക്കുന്നവർ, അവരുടെ കൂടെ ആവട്ടെ നിന്റെ ചെങ്ങാത്തമെന്ന് പരിശുദ്ധ ഖുർആൻ. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. അപ്പൊ സത്യം നമ്മൾ പറയൂ. കളവ് പറഞ്ഞു പറഞ്ഞ മനുഷ്യൻ എന്താ അവന്റെ അവസ്ഥയെ കുറിച്ച് ആലോചിക്കുന്നുണ്ടോ? ഒരു മനുഷ്യൻ അല്ലാഹു വെച്ചിരിക്കുന്നത് 2 പദവിയാണ്. അള്ളാഹുവിന്റെ അടുക്കൽ നമ്മൾ ചൊല്ലുമ്പോൾ ഈ 2-ൽ ഒരു പദവി കിട്ടും. അള്ളാഹു അതിലെ നല്ല പദവി നമുക്ക് തരട്ടെ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുന്നുണ്ട്. ഇമാം ബുഖാരി മുസ്ലിം ഒക്കെ ഉദ്ധരിക്കുന്നത് കാണാം. ഹബീബായ തങ്ങൾ പഠിപ്പിക്കുന്ന അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇന്ന സിദ്ഖ യഹ്ദി ഇലൽ ബിർരി وإن البر يهدي إلى الجنة وإن الرجل لا يصدق حتى يكون صديقا وإن الكذب يهدي إلى الفجور وإن الفجور يهدي إلى النار وإن الرجل لا يكذب حتى يكتب عند الله كذابا محمد رسول صلى الله عليه وسلم. ഇമാം ബുഖാരി മുസ്ലിം ഈ ഹദീസ് ഉദ്ധരിക്കുന്നുണ്ട്. മനുഷ്യനെങ്ങനെ 2 ആളുകളെയാ ഇവിടെ പരിചയപ്പെടുത്തുന്നത്. ഒരാള് അവൻ സത്യത്തെ ജീവിതത്തിന്റെ ഭാഗമാക്കി എപ്പോഴും സത്യം, സത്യസന്ധത, സത്യവും സത്യസന്ധതയും. അങ്ങനെ അവന്റെ സത്യം അവനെ കൊണ്ടുപോകുന്നത് നന്മ ചെയ്യാനാണ്. കളവ് പറയുന്നവന് നന്മ ചെയ്യാൻ കഴിയില്ല. കുറെ കഴിയുമ്പോൾ അവന്റെ നന്മ അങ്ങനെ നശിച്ചുകൊണ്ടിരിക്കും. കളവ് പറയുന്നവന്റെ നന്മയുടെ ബറക്കത്ത് പോകും, പിന്നെ അവന് നന്മ ചെയ്യാൻ മടിയാവും. സത്യം പറയുന്നവന് നന്മകൾ ചെയ്യാൻ അവന്റെ മനസ്സിന് താല്പര്യം കൂടിക്കൂടി വരും. അതിന്റെ മനഃശാസ്ത്രം അതാണ്. ഹബീബ് പഠിപ്പിക്കുന്നു, അങ്ങനെ സത്യം പറയുന്നവൻ നന്മകളേറെ ചെയ്തുകൊണ്ടേയിരിക്കും. അവന്റെ നന്മകൾ ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കും. എന്നിട്ടോ അവന്റെ നന്മ അവനെ കൊണ്ടുപോയി എത്തിക്കുന്നത് സ്വർഗത്തിലായിരിക്കും. അവനെ കുറിച്ച് അല്ലാഹുവിങ്കൽ പറയപ്പെടുന്നത് സിദ്ദീഖ് എന്ന പദവിയുള്ളവനെന്നായിരിക്കും. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. സത്യസന്ധൻ എന്ന് മാത്രമല്ല, സിദ്ദീഖ് ഒരു പദവിയാണ്. മറ്റേയാള് കളവ് പറയുന്നത് പ്രശ്നമാക്കാത്ത ആളാണ്. നമ്മുടെ നാവെന്തിനാ അല്ലാഹു തന്നത്? അതിനു വേണ്ടിയിട്ടാണോ? മറ്റേയാള് കളവ് പറയുന്നത് പ്രശ്നമാക്കുന്നില്ല. കളവ് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നാൽ അതിന്റെ മനഃശാസ്ത്രം എന്തെന്നറിയുമോ? ആ കളവ് പറയുന്ന വ്യക്തിക്ക് നന്മയോട് താല്പര്യം കുറയാണ്. ഇതിന് മതഭേദമില്ലാതെ മനുഷ്യനിലുള്ള ഒരു ശാസ്ത്രമാണ് ഈ മനഃശാസ്ത്രം. കളവ് പറയുന്നവന് നന്മയോട് താല്പര്യം കുറയും. എന്നിട്ടോ അവന്റെ കളവ് അവനെ എത്തിക്കുന്നത്, കളവ് പറയല് മാത്രമല്ല, കളവ് ചെയ്യലൊക്കെ അതിപ്പെടും. കള്ളത്തരം അവനെ കൊണ്ടുപോയി എത്തിക്കുന്നത് നരകത്തിലായ തെമ്മാടിത്തരങ്ങളിലും കുറ്റകൃത്യങ്ങളിലുമായിരിക്കും. കുറ്റകൃത്യങ്ങൾ അവനെ കൊണ്ടുപോകുന്നത് നരകത്തിലേക്കായിരിക്കും. അവസാനം അല്ലാഹുവിങ്കൽ അവൻ എത്തിപ്പെടുന്ന പദവി പെരുങ്കള്ളൻ എന്ന പദവിയാണ്. നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അങ്ങനെ നമ്മളെ ചില ആളുകളുടെ അവതരണ ശൈലി വല്ലാത്ത ശൈലിയാണ്. പ്രത്യേകിച്ച് ഒരു കല്യാണമൊക്കെയാ വരണമെങ്കിൽ ആ ചെറുക്കനെ പറ്റി ഇങ്ങനെ അങ്ങോട്ട് പറഞ്ഞ കേട്ടാ, അല്ലെങ്കിൽ ആ പെൺകുട്ടിയെ കുറിച്ച് ഇങ്ങനെ പറഞ്ഞ കേട്ട വർണ്ണിക്കണ കേട്ടിനാ ഈ ബ്രോക്കർ പണി എടുക്കണവരൊക്കെ ഉണ്ടാവേ. എല്ലാവരും ഇല്ല. നിങ്ങൾ അല്ലേ ആലോചിച്ചു നോക്കി. നമ്മൾ ഇന്നിപ്പോ ഈ വഞ്ചനയുടെ ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത്. ദുനിയാവ് വഞ്ചനയുടെ ലോകമാണെന്ന് പരിശുദ്ധ ഖുർആൻ എത്രയിടത്താ പറഞ്ഞത്? ഒരു ഉദാഹരണം പറയാം. കല്യാണ ബ്രോക്കറൊക്കെ അങ്ങോട്ട് പോട്ടെ, വല്ല പാവങ്ങൾ വല്ലയിടത്ത് നടക്കട്ടെ. നിങ്ങളൊരു കടയിലേക്ക് ഒരു സാധനം എടുക്കാം. അത് എടുത്തു തരുന്ന സെയിൽസ്മാനോട് ചോദിക്കും, ഇത് എങ്ങനെയുണ്ട്? അത് അടിപൊളി സാധനം, സൂപ്പർ സാധനം. സൂപ്പർ സാധനമാണെന്ന് പറയുമ്പോൾ നമ്മളത് അവിടെ വേണ്ടാന്ന് വെക്കുന്നു.
പിന്നെ നമ്മൾ അടുത്തൊരു സാധനം എടുക്കും. അപ്പോൾ അവൻ പറയും, ഓ ഇത് അടിപൊളിയാ, സൂപ്പർ. എല്ലാം അവൻ അതങ്ങനെ പറയും. ഒരിക്കലും അവനവന്റെ പ്രൊഡക്റ്റിനെ കുറ്റം പറയൂല. അവനറിയാം അതും ഇതും അതിന്റെ വൈകല്യങ്ങളൊക്കെ അറിയാം. എന്നാലും വന്നിരിക്കുന്നവനെ അങ്ങനെ ഉണ്ടല്ലോ, അങ്ങനെ കസ്റ്റമറെ പിടിക്കാൻ വേണ്ടിട്ട് നമ്മൾ പറയുന്ന വർത്താനങ്ങളുണ്ടല്ലോ. ചിലർ പറയുന്നത് ഇപ്പൊ രാവിലെ പിടിച്ച മത്സ്യമാണിത്. എവിടെ? മത്സ്യം മരിച്ച അടിയന്തരമൊക്കെ കഴിഞ്ഞിട്ടായിരിക്കും വന്നിരിക്കുന്നത്. എന്നാലും പറയും ദേ ഫ്രഷ് മത്സ്യമാണ്. അള്ളാണേക്കാ പോത്താണ് ട്ടാ. അങ്ങനെ ഞങ്ങളുടെ നാട്ടിലൊരു പറച്ചിലുണ്ട്, അള്ളാണേക്കാ പോത്താണ്. ഇക്ക പോത്താണെന്നല്ല, വല്ല മൂരിയോ കാളയോ ഒക്കെ അറുക്കും. എന്നിട്ട് എവിടെയെങ്കിലും അറുത്ത ഏതെങ്കിലും ഒരു പോത്തിന്റെ തല കൊണ്ടുവന്നവിടെ വെക്കും. എന്നിട്ട് ഇറച്ചി പോത്താണെന്ന് പറയും. എന്നിട്ടോ അള്ളാണേക്ക പോത്താണെന്ന് പറയും. അള്ളാണേക്ക തന്റെ മുന്നിൽ വരുന്നവനെ പറഞ്ഞ് പിടിപ്പിച്ച് പഠിപ്പിച്ച് അവനെ ബ്രെയിൻ വാഷ് ചെയ്ത് ആ മനുഷ്യനിൽ ഒരു കളവങ്ങട്ട് വിശ്വസിപ്പിക്കാൻ വേണ്ടി പണിയെടുക്കുന്ന ആ പണിയുണ്ടല്ലോ, ഏറ്റവും വലിയ വഞ്ചന അതാണെന്ന് മുഹമ്മദ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. كبرت خيانة أن تحدث أخاك حديثا هو لك به مصدق وأنت له به كاذب. നീ പറയുന്നത് കേട്ടപ്പോൾ ആ നിഷ്കളങ്കൻ മൊത്തവും വിശ്വസിച്ചു. ഇത് ഡൽഹിയിൽ നിന്ന് കൊണ്ടുവന്നതാ, നേരിട്ട് നമ്മുടെ മുതലാളി പോയി കൊണ്ടുവന്നതാ, ഇത് ചൈനയുടെ അല്ല, ഇത് ജപ്പാന്റെയാണ് എന്നൊക്കെ പറഞ്ഞിട്ടങ്ങനെ പറഞ്ഞങ്ങ് കേട്ടിരിക്കുന്നവനിൽ മസ്തിഷ്ക പ്രക്ഷാളനം നടത്തി അയാളെ ബ്രെയിൻ വാഷ് ചെയ്ത് അയാളെ ക്യാൻവാസ് ചെയ്ത് അയാളിൽ നീ പറയുന്ന ആശയത്തെ തേച്ച് പിടിപ്പിക്കാൻ നിനക്ക് കഴിഞ്ഞിട്ടുണ്ട് എങ്കിൽ നീ ചെയ്തതാണ് ലോകം കണ്ട ഏറ്റവും വലിയ വഞ്ചന എന്ന് മുഹമ്മദ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് വർത്തമാനത്തിൽ കളവ് വരാതെ പരമാവധി ശ്രദ്ധിച്ചാൽ അള്ളാഹുവിന്റെ സ്വർഗലോകം നമ്മെ കാത്തിരിക്കുകയാണ്. വർത്തമാനത്തിൽ കളവ് വരാതെ ശ്രദ്ധിക്കണം. വല്ലാത്ത ഒരു റിസ്ക് ഉള്ള പണിയത്. കുറച്ചു നാളൊക്കെ അത് പരിശീലിച്ചാൽ പിന്നെ അത് ശരിയായിക്കോളും. ഏകദേശം കുറച്ചു നാൾ അതിങ്ങനെ ഒന്ന് പരിശീലിച്ചു വന്നു കഴിഞ്ഞാൽ പിന്നെ ശരിയാവും. അള്ളാഹു തൗഫീഖ് ചെയ്യുമാറാവട്ടെ. അങ്ങനെയാണോ? നമുക്കൊരു സ്വഭാവമുണ്ട്. നമ്മൾ ഇന്നലെ പറഞ്ഞ വിഷയമാണ്, നമ്മുടെ വർത്തമാനം നിയന്ത്രിക്കണം. കുറച്ചേ സംസാരിക്കാവുന്ന ഇന്നലെ പറഞ്ഞു. കേട്ടതൊക്കെ പറയാൻ നിൽക്കരുത്. ആദ്യം തന്നെ അതിൽ വരാൻ പോകുന്നത് കളവാണ്. കേട്ടതൊക്കെ വന്ന് റിപ്പോർട്ട് ചെയ്യേണ്ട കാര്യമില്ല. കണ്ടതൊക്കെ പറയേണ്ടതില്ല, കേട്ടതൊക്കെ പറയേണ്ടതില്ല. കണ്ടത് കണ്ടോ കേട്ടത് കേട്ടോ ഒക്കെ പറയേണ്ടതില്ല. കാണാൻ 2 കണ്ണാ ഉള്ളത്, കേൾക്കാൻ 2 ചെവിയുള്ളത്, പറയാൻ ഒറ്റ നാവേ ഉള്ളൂ. ഈ 2 ചെവിയുംപാട് കൂടി കേട്ടതും 2 കണ്ണൊക്കെ കൂടിയിട്ട് കണ്ടതും ഒക്കെ കൂടിയിട്ട് പറയാൻ ആ ഒരു നാവിനെ ഉപയോഗിക്കില്ലേ, അപകടങ്ങളുണ്ട്. ഹബീബ് പഠിപ്പിച്ചു, ഒരാൾ കേട്ടതൊക്കെ പറയാൻ നിന്ന് കഴിഞ്ഞാൽ അവൻ അറിയാതെ അതിൽ കളവ് വന്ന് ചേർന്നേക്കാമെന്ന് മുഹമ്മദ് മുസ്തഫ സ്വഹീഹുൽ ബുഖാരി സ്വഹീഹ് മുസ്ലിം സല്ലല്ലാഹു അലൈഹി മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം ഇത് ഉദ്ധരിച്ചിട്ടുണ്ട്. ഇനിയുണ്ട് പിന്നെയും കളവിന്റെ രൂപങ്ങൾ അല്ലേ. ചില മൃഗങ്ങളെയൊക്കെ പുല്ല് കാണിച്ച് ഇങ്ങനെ വിളിക്കും. ഒരു വിളിയുണ്ട്, പുല്ല് കാണിച്ചിട്ട് പ്രത്യേക ശബ്ദം കാണിക്കുന്നു. അടുത്തേക്ക് വരുമ്പോൾ ആ പുല്ലങ്ങ് മാറ്റി വെച്ചിട്ട് അതിനെ വേറെ എന്തെങ്കിലും കാര്യത്തിന് വേണ്ടി പിടിക്കും. അങ്ങനെ കാണിക്കാറുണ്ട്. അങ്ങോട്ട് പോകുന്ന മൃഗത്തെ ഇങ്ങോട്ട് പിടിച്ചു വലിക്കാൻ വേണ്ടിയിട്ട്. എന്തിനേറെ കുട്ടികളെപ്പോലും പറ്റിക്കുന്നുണ്ടല്ലോ. മിഠായി ഉണ്ടെന്ന് വാന്ന് പറഞ്ഞ് പോക്കറ്റിൽ കൈയിടും. കുട്ടി അടുത്തേക്ക് വരുമ്പോ സ്നേഹം കൊണ്ട് വാരിയെടുക്കും. ആ പോക്കറ്റിൽ കൈയിട്ടതും മിഠായി ഉണ്ടെന്ന് പറഞ്ഞ് പ്രേരിപ്പിച്ചതും കളവാണ്. ആരാ ചിന്തിക്കുന്നത്? മഹാനായ അബ്ദുല്ലാഹിബ്നു ആമിർ തങ്ങൾ കുഞ്ഞായിരിക്കുമ്പോൾ ഒരു സംഭവം ഉണ്ടായി. അബ്ദുല്ലാഹിബ്നു ആമിർ റളിയല്ലാഹു അൻഹു പറയുന്നു, ഞാൻ ചെറുതായിരിക്കുമ്പോൾ എന്റെ ഉമ്മ എന്നെ വിളിച്ചു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്റെ വീട്ടിലുണ്ട്. അവിടുന്ന് അവിടെ ഇരിക്കാണ്. ഉമ്മ എന്നെ വിളിക്കാണ്, മോനെ നീ ഇങ്ങ് വാ, നിനക്ക് ഞാൻ ഒരു സാധനം തരാം. ഫഖാല ലഹാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇത് കണ്ട ഹബീബായ നബി തങ്ങൾ ആ ഉമ്മയോട് ചോദിക്കുകയാണ്,
അവന് വല്ലതും കൊടുക്കാൻ നീ ഉദ്ദേശിച്ചിട്ടുണ്ടോ പെണ്ണെ? ഉണ്ട് നബിയെ, ഞാൻ ഒരു കാരക്ക കൊടുക്കാൻ ഉദ്ദേശിച്ചിട്ടുണ്ട്. ഹബീബ് പറഞ്ഞു, എന്നാൽ നീ ഇപ്പോൾ കാരക്ക കൊടുക്കുന്നില്ല, വെറുതെയാണ് വിളിച്ചത് എങ്കിൽ നിന്റെ മേൽ അല്ലാഹു ഒരു കളവ് എഴുതുമെന്ന് മുഹമ്മദ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ അത്രത്തോളം സാധാരണ സംസാരങ്ങൾ, സാധാരണ പ്രയോഗങ്ങൾ, രീതികളിലൊക്കെ കളവ് വരാൻ സാധ്യതയുള്ളതിനെ മനസ്സിലാക്കി ജീവിക്കണം. തൽക്കാലം ഈ വിഷയം ഇവിടെ നിർത്താണ്.